ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ്, ഗുഡ് മോർണിംഗ് ഇൻവെസ്റ്റേഴ്സ്. രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അതീവ വോളറ്റിലായ രീതിയിൽ മാർക്കറ്റ് റിക്കവറി രേഖപ്പെടുത്തി. ഇൻട്രാഡേ ലോയിൽ നിന്ന് 300-ലധികം പോയിൻ്റാണ് റാലി രേഖപ്പെടുത്തി ഇന്നലെ മാർക്കറ്റ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തത്. ആരും വിചാരിക്കാത്ത ഒരു റിക്കവറിയാണ് ലഭിച്ചത്. FIs ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്നലെ 5000 കോടി രൂപയുടെ അടുത്ത് സെല്ലിംഗ് മോഡലാണ്. എന്നാൽ DIs ഇന്ത്യൻ മാർക്കറ്റിൽ അവരുടെ ഇരട്ടി 10000 കോടി രൂപ ബൈ നടത്തിയാണ് ഈ ഒരു റാലി സാധ്യമാക്കിയത്. കൂടാതെ നമ്മുടെ മാർക്കറ്റ് ക്ലോസിന് ശേഷം US മാർക്കറ്റും അല്ലെങ്കിൽ യൂറോപ്യൻ മാർക്കറ്റും ഒന്നും തന്നെ അത്ര ഗംഭീരമായിട്ടല്ല പ്രകടനം നടത്തിയത്. ആ ഒരു നെഗറ്റിവിറ്റി എല്ലാ ഭാഗത്തും ഉണ്ട്, കണ്ടുവരാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴെ നാസ്ഡാക്ക് പോസിറ്റീവായിരുന്നു, എന്നാൽ ഡോ നെഗറ്റീവിലടിച്ചു. യൂറോപ്യൻ മാർക്കറ്റ് 3 നെഗറ്റീവിലടിച്ചു. എന്നാൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഡോ ഫ്യൂച്ചർ ഓൾമോസ്റ്റ് മിഡിൽ കാണാം, പ്ലസ് ആണ്. ജപ്പാൻ മാർക്കറ്റും 700 പോയിൻറ്റിൻ്റെ മുകളിൽ റാലിയിലാണ്. മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിലെല്ലാം തന്നെ നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ്. അപ്പോൾ PM മോഡി വീണ്ടും പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കർഷകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുമെന്ന് തന്നെയാണ്. കാർഷിക മേഖലയിലും ഡയറി മേഖലയിലും അമേരിക്കക്ക് കടന്നുകയറ്റം വേണമെന്നുള്ള രീതിയിലാണ് അമേരിക്കയുടെ നിലപാട്. ഇനി കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് പോകാം. BSE നെറ്റ് പ്രോഫിറ്റ് 103% റാലി രേഖപ്പെടുത്തി 539 കോടി രൂപ. റവന്യൂ 59% വർദ്ധിച്ചു. ബൈസൽ റെക്കമെൻഡേഷൻ അല്ല, വാർത്തകൾ മാത്രമാണ്. LIC നെറ്റ് പ്രോഫിറ്റ് 4% ഉയർന്ന് 11,957 കോടി രൂപ കരസ്ഥമാക്കി. HPCL നെറ്റ് പ്രോഫിറ്റ് 30% ഉയർന്നു. ടൈറ്റാൻ നെറ്റ് പ്രോഫിറ്റ് 52% ഉയർന്ന് 1091 കോടി രൂപ കരസ്ഥമാക്കി. റവന്യൂ 25% ഉയർന്നു. നാൽക്കോ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 78% ഉയർന്നു. കൂടാതെ റവന്യൂ 33% ഉയർന്നു. കല്യാൺ ജ്വല്ലേഴ്സ് നെറ്റ് പ്രോഫിറ്റ് 50% ഉയർന്നു. രാംകോ സിമൻറ്റ് നെറ്റ് പ്രോഫിറ്റ് 36 കോടി രൂപയിൽ നിന്ന് 84 കോടി രൂപയിലേക്ക് ഉയർന്നു. ക്രോപ്റ്റൻ ഗ്രേവ്സ് കമ്പനി 150 നിന്ന് 11 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു. കൽപ്പാത്തൂർ പ്രൊജക്റ്റ് 93 നിന്ന് 214 പ്രോഫിറ്റ് ഉയർന്നു. കുമിൻസ് 420 നിന്ന് 590 പ്രോഫിറ്റ് ഉയർന്നു. എന്നാൽ ഗ്രീൻലം ഇൻഡസ്ട്രീസ് 20 കോടി രൂപയിൽ നിന്ന് 15 കോടി രൂപ നഷ്ടമുണ്ടാക്കി. ബയോകോൺ 660 കോടി രൂപയിൽ നിന്ന് പ്രോഫിറ്റ് ഇടിഞ്ഞ് 31 കോടി രൂപയായി. സിഗ്നേച്ചർ ഗ്ലോബൽ 6 കോടി രൂപയിൽ നിന്നും 32 കോടി രൂപ പ്രോഫിറ്റ് ഉയർത്തി. ബാലു ഫോർജ് 34 നിന്ന് 57 പ്രോഫിറ്റ് ഉയർത്തി. KRBL കമ്പനി 86 നിന്ന് 150 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ഇന്ത്യ പെസ്റ്റിസൈഡ് കമ്പനി 20 കോടി രൂപയിൽ നിന്ന് 35 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. മാക്സ് ഫിനാൻസ് 130 നിന്ന് 69 പ്രോഫിറ്റ് കുറഞ്ഞു എന്നുള്ളതാണ് ഇപ്പോഴുള്ള സ്റ്റോക്കുകളുടെ വാർത്തകൾ. വൈകിട്ട് 7 മണിക്ക് പോസ്റ്റ് മാർക്കറ്റ് ന്യൂസായിട്ടൊക്കെ എത്താം. എല്ലാവർക്കും വീണ്ടും ശുഭദിനം. താങ്ക് യു.